അതിന് ഇന്ന് സൺഡേ അല്ലേ? ഓവർ ഡ്യൂട്ടി എടുക്കാടാ, അല്ലെങ്കിൽ മനസ്സ് കയ്യിൽ നിൽക്കില്ല. ഇതും പറഞ്ഞ് ഫോണ് കട്ടാകുമ്പോഴും അവൻ്റെ ഫോണിലേക്ക് ആരുവിൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കിടന്ന സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയാണ് സിദ്ധു ആഹാരം കഴിപ്പിച്ചത്. പെണ്ണിരുന്ന് കൊത്തിപ്പെറുക്കുന്നത് കണ്ട് അവൻ തന്നെ അവൾക്ക് വാരി കൊടുത്തു. ആ സമയം എന്തോ ദീക്ഷിതിനെ അവൾക്ക് ഓർമ്മ വന്നു. സാക്ഷിയുടെ കണ്ണ് നിറയുന്നത് കണ്ട് സിദ്ധു ആകെ വല്ലാതെയായി. എന്താ സച്ചു, നിനക്ക് വേദനയുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ഒന്നുമില്ല കണ്ണേട്ടാ, ഞാൻ വെറുതെ ദിക്കൂട്ടനെ ഓർത്തു. എന്ത്? ഞാൻ ഫുഡ് കഴിക്കാൻ മടി പിടിച്ചിരിക്കുമ്പോൾ ദിക്കൂട്ടൻ എനിക്ക് വാരി തരും. ചില ദിവസം ഞാൻ ഏട്ടൻ്റെ കൂടെ ആയിരിക്കും ഉറക്കം. ഞാൻ പറയുന്ന കഥയെല്ലാം കേട്ട് കിടക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് ഏട്ടൻ ഉറങ്ങും. ചില ദിവസം എന്തെങ്കിലും പറഞ്ഞ് അടിയിടും. എന്നിട്ട് ഞാൻ മിണ്ടില്ല. അപ്പോൾ എന്നെ പുറകിൽ നിന്നും വന്ന് എടുത്ത് വട്ടം കറക്കും. പിന്നെ ഡയറി മിൽക്ക് വാങ്ങി തരും. അങ്ങനെ സത്യം പറഞ്ഞ എനിക്ക് ഏട്ടനായിരുന്നു എല്ലാം. നിനക്ക് വിഷമമില്ലേ സച്ചു? വിഷമമോ? എന്തിന്? നിന്റെ ചേട്ടനല്ല ദീക്ഷിത് എന്നറിഞ്ഞപ്പോൾ, നീ അവരുടെ മകളല്ല എന്നറിഞ്ഞപ്പോൾ വിഷമമില്ലേ എന്നോ? അപ്പുവേട്ടൻ്റെ അമ്മ ഞാൻ അനാഥയാണെന്ന് പറഞ്ഞപ്പോൾ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി. ഒരു നിമിഷം കൊണ്ട് ആരുമില്ലാത്തവളായി ഞാൻ. പിന്നെ എല്ലാം ഒരു മായാജാലമായിരുന്നു. ഒന്നും എനിക്ക് കറക്റ്റായി ഓർമ്മ പോലുമില്ല. എല്ലാവരും കൂടി കല്യാണം ഉറപ്പിച്ചതും ഒന്നും. ഇപ്പോഴും എൻ്റെ സംശയം കണ്ണേട്ടൻ എന്തിനാ കല്യാണത്തിന് സമ്മതിച്ചത് എന്നാ. ആയുഷിൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഒന്നേ ഉള്ളൂ സച്ചു, അവരുടെ ലൈഫിൽ നിന്നും നിന്നെ അകറ്റുക. ആയുഷ് സാറിന് വേറെ ഒരു കുട്ടിയെ ഇഷ്ടമാണ്. ദീക്ഷിത് ആരുവിനെ കല്യാണം കഴിച്ചാൽ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ദീക്ഷിതിന് വരും. നീ ഉണ്ടെങ്കിൽ നിനക്കും തരണം ഷെയർ. അപ്പോൾ നീയില്ലെങ്കിൽ നിനക്കൊന്നും തരേണ്ടല്ലോ. സ്വന്തം മോള് മാത്രം എല്ലാം അനുഭവിച്ചാൽ മതി എന്ന അവരുടെ സ്വാർത്ഥത. പിന്നെ അവരുടെ വാക്ക് കേട്ട് നിന്റെ അമ്മയുടെ മനസ്സും ഒന്ന് മാറി, അത്രയുള്ളൂ. അമ്മ പറയുന്നതിൻ്റെ അപ്പുറം നിന്റെ അച്ഛനും ചെയ്തില്ല. അതുകൊണ്ട് അയാളെല്ലാം മൗനിയായി കേട്ടു നിന്നു. പക്ഷേ അപ്പോഴും നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ മനസ്സില്ലാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ദീക്ഷിത്, നിന്റെ ദിക്കൂട്ടൻ. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ ഇപ്പോഴും മുന്നിലുണ്ട്. പിന്നെ ഞാൻ നിന്നെ എന്തിനാ കെട്ടിയതെന്ന്. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായിരുന്നെങ്കിലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ നീ കണ്ട നിമിഷം മുതൽ ഉള്ളിൽ കയറിയതാ. പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാൻ സ്വാർത്ഥനായി. സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടമായാലോ എന്ന് പേടിച്ചു. ഇനി എനിക്ക് പേടിക്കണ്ടല്ലോ. എന്നും നീ എൻ്റെ കൂടെ തന്നെ കാണില്ലേ, എൻ്റെ സ്വന്തമായിട്ട്. എനിക്കൊന്നും വേണ്ട ഏട്ടാ, അവരുടെ പണവും സ്വത്തും ഒന്നും. ഇനി ഞാനതിന് ചെല്ലുമെന്ന് പറഞ്ഞ് എന്നെ എന്തെങ്കിലും. നിന്റെ അച്ഛൻ്റെ പണത്തിന് വേണ്ടി നീ പുറകെ നടക്കേണ്ട അവസ്ഥയില്ല സച്ചു. നീയൊരു വാക്ക് പറഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ ഒന്നുമില്ല. അച്ഛനെ നമുക്ക് ഭീഷണിപ്പെടുത്താം എന്ന് പറഞ്ഞതാ. വിശ്വസിച്ചു. ഞാൻ പാത്രം അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് വരാം. ഏട്ടൻ പോയി കുറച്ചു നേരം കിടന്നു. ഇതും പറഞ്ഞ് സാക്ഷി പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. അവൾ പോയ വഴിയെ നോക്കി സിദ്ധു മനസ്സിൽ പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ഒന്നും നിനക്ക് വേണ്ട സച്ചു. നീ ആഗ്രഹിച്ചാൽ ആ കമ്പനി മുഴുവനോടെ സിദ്ധാർത്ഥ വാങ്ങി നിന്റെ മുന്നിൽ കൊണ്ടുതരും. മംഗലത്തെ ഗ്രൂപ്പ് എൻ്റെ ആണെന്ന് അറിയുമ്പോൾ ആ ആയുഷിൻ്റെ അമ്മ ജീവനോടെ കണ്ടാൽ മതിയായിരുന്നു. കള്ളക്കിളവി എൻ്റെ പെണ്ണിനെ കുറേ വിഷമിപ്പിച്ചതാ. പക്ഷേ അവർ കാരണമല്ലേ എനിക്ക് സച്ചുവിനെ കിട്ടിയേ. അപ്പോൾ പിന്നെ പാവം ജീവിച്ചു പോയിക്കോട്ടെ. ആരു കുറേ തവണ വിളിച്ചപ്പോൾ ദീക്ഷിത് അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. വൈകിട്ട് ഓഫീസിൽ നിന്നും വന്ന് ഫോൺ എടുത്തപ്പോൾ വീണ്ടും കോള്. അവസാനം രണ്ടും കൽപ്പിച്ചവൻ ഫോൺ എടുത്തു. എന്നോട് ക്ഷമിച്ചൂടെ ദച്ചുവേട്ടാ, എനിക്ക് പണവും സ്വത്തും ഒന്നും വേണ്ട. ഏട്ടനെ മാത്രം മതി. ഇറങ്ങി വരാൻ പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ ഇറങ്ങി വരാം. ഇതിൽ കൂടുതൽ എന്നോട് മിണ്ടാതിരിക്കല്ലേ. പറ്റുന്നില്ല ഏട്ടാ, എൻ്റെ ജീവനല്ലേ. ആരുവിൻ്റെ ശബ്ദം കേട്ട് അവൻ ഒരു വേള അവളോട് പാവം തോന്നി. നന്നായി കരഞ്ഞിട്ടുണ്ട്. പക്ഷേ സാക്ഷിയുടെ കലങ്ങിയ കണ്ണുകൾ ഓർമ്മ വന്നപ്പോൾ അവൻ ബാക്കിയെല്ലാം മറന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ ആരു? നീ പറഞ്ഞതൊക്കെ ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തുറപ്പിൽ നിന്നെ ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടണം? നിനക്ക് വലുത് നിൻ്റെ അമ്മയും ചേട്ടനും അല്ലേ.
നീ എന്നെ മറന്നേക്കാരു. നിനക്ക് എന്നേക്കാൾ നല്ലൊരു പണച്ചാക്കിനെ കിട്ടും. എന്നെ വെറുതെ വിട്ടേക്ക്. ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ഇനിയും ഇങ്ങനെ പറയല്ലേ, എനിക്ക് സഹിക്കില്ല. ഞാൻ പറയുന്നത് എന്തും അനുസരിക്കുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്ന് പോയി തരുമോ? മടുത്തു എനിക്ക്. എല്ലാം എല്ലാവരും. പിന്നെ പോകുന്നതിന് മുൻപ് പറ്റുമെങ്കിൽ എൻ്റെ അനിയത്തിയോട് ഒന്ന് മാപ്പ് പറഞ്ഞേക്ക്. നീ കാരണം അനുഭവിച്ചത് അവളാണ്. പാവം എൻ്റെ കുഞ്ഞ്. ഇനി നീ എന്നെ വിളിക്കരുതാരും. നീയുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. ഇതും പറഞ്ഞ് ദീക്ഷിത് ഫോൺ വെച്ചതും മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ആരു കട്ടിലിരുന്നു. അടുത്ത ദിവസം സിദ്ധു ക്ലാസ്സിൽ പോകേണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സാക്ഷി ക്ലാസ്സിൽ പോയി. സ്നേഹയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ആരു അവളുടെ അടുത്തേക്ക് വന്നത്. സച്ചി, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്തിനാ അവളോട് സംസാരിച്ചിട്ട്? വീണ്ടും നോവിക്കാനല്ലേ? നീയൊന്ന് പോ അർപ്പിത. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകാം. വീണ്ടും സ്നേഹ എന്തോ പറയാൻ പോയതും സാക്ഷി അവളെ തടഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളത്? ചെയ്തത് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. അമ്മയുടെ വാക്ക് കേട്ട് എന്തൊക്കെയോ ഞാൻ ചെയ്തു. പക്ഷേ നിന്നെ റൂമിൽ പൂട്ടിയിട്ടത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. നിന്റെ ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ പ്രാണനാണ്. എന്തെങ്കിലും പറ്റുമെങ്കിൽ ക്ഷമിക്കാൻ പറ. ആ മനുഷ്യൻ്റെ മൗനം എന്നെ കൊല്ലാതെ കൊല്ലുവാണ്. വീണ്ടും പറയുക സോറി. ഒരിക്കലും കൈവിടരുത് എന്ന് സ്വപ്നം കണ്ട സൗഹൃദമാണ്. പക്ഷേ എല്ലാം എൻ്റെ തെറ്റാണ്. ഒരുപക്ഷെ ഇനി തിരുത്താൻ കഴിയാത്ത തെറ്റ്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സച്ചി. നിന്റെ ചേട്ടൻ എന്നെ ഇപ്പോൾ ഒരുപാട് വെറുത്തു. ആ മനസ്സിൽ പോലും ഇന്നാരുമില്ല. ഇനിയും വയ്യ ഇങ്ങനെ അവഗണന സഹിക്കാൻ. എല്ലാം എൻ്റെ തെറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അർഹിക്കുന്നുണ്ട്. സോറി സച്ചി. ഇതുമാത്രം ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റൂ. ഇതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് ബാഗും എടുത്ത് നടന്നു പോകുന്നവളെ കണ്ട് എന്തിനെന്നില്ലാതെ സാക്ഷിക്ക് അകാരണമായൊരു ഭയം തോന്നി. ഫോണിൽ ആരുവിൻ്റെ മെസ്സേജ് കണ്ട് നോക്കേണ്ട എന്ന് മനസ്സ് പറഞ്ഞെങ്കിലും നോക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ആരുവിൻ്റെ തെച്ചുവേട്ടാ, നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റൊന്നിനെയും ആരും സ്നേഹിച്ചിട്ടില്ല. എന്നും കൂടെ വേണമെന്ന് മോഹിച്ചിട്ടില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ഏട്ടൻ്റെ ആരും അല്ലേ. എന്നോട് എൻ്റെ ഏട്ടന് പൊറുക്കാൻ പറ്റില്ലേ? സച്ചിയോട് ഞാൻ ക്ഷമ പറഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. അറിയാം, എന്നോട് ദേഷ്യമായിരിക്കും അവൾക്കും. എല്ലാം സഹിക്കും ഞാൻ. പക്ഷേ ദച്ചുവേട്ടൻ്റെ അവഗണന, അതുമാത്രം ഏട്ടൻ്റെ ആരുവിന് പറ്റില്ല. പോകുക ഞാൻ. ഏട്ടൻ പറഞ്ഞതുപോലെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും. നിങ്ങളായിരുന്നു എൻ്റെ ജീവിതം. ഏട്ടനില്ലാതെ പിന്നെ എനിക്ക് എന്ത് ജീവൻ? ഇനിയൊരു ശല്യത്തിനും ആരും വരില്ല. ഒരിക്കലും ആർക്കും ഒരു ശല്യമാവാതെ പോവുക ഞാൻ. എന്നോട് ദേഷ്യമുണ്ടെങ്കിലും അവസാനമായി എന്നെ കാണാൻ വരാതിരിക്കല്ലേ. ഏട്ടൻ്റെ ദേഷ്യം മാറിയെന്ന് അങ്ങനെയെങ്കിലും സമാധാനപ്പെട്ടോളാം ഞാൻ. ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട്, എൻ്റെ ജീവനോളം. ഒരുപക്ഷെ ഇതെൻ്റെ അവസാന മെസ്സേജ് ആയിരിക്കും. ഇനി ആരും ഒരു ശല്യം ആകില്ല. ഐ ലവ് യു ദച്ചുവേട്ടാ. ഐ ലവ് യു ലോട്ട്. ആരുവിൻ്റെ മെസ്സേജ് കണ്ട് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി ദീക്ഷിതിന്. ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. പക്ഷേ ഈ മെസ്സേജ് തല പെരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് സാക്ഷിയെ വിളിച്ചത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ്. സിദ്ധുവിനെ വിളിച്ചപ്പോൾ ഫോൺ ബെല്ലടിച്ചു നിൽക്കുന്നതല്ലാതെ അവൻ എടുക്കുന്നില്ല. എല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവന്. എൻ്റെ ആരു. ഈ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ സിദ്ധുവിൻ്റെ നെഞ്ചിൽ തൻ്റെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർക്കുകയായിരുന്നു സാക്ഷി. സിദ്ധു എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ നിന്നു.